നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. നാരായണ. നാരായണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഓം നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് 7ാം ദിവസം ആണെന്ന് തോന്നുന്നു. അതെ, തിങ്കളാഴ്ച ആരംഭിച്ചു. ഇന്ന് ഞായറാഴ്ച 7 ദിവസം. നാരായണ. നമ്മൾ മഹാഭാരതം ഒരവലോകനം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട്. തുടരുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭീഷ്മശപഥം എന്നതായിട്ടുള്ള ആ ഭാഗം വരെയാണ്.
മഹാഭാരത കഥയുടെ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഭീഷ്മ ശപഥം. അവിടെ നിന്നാണ് വാസ്തവത്തിൽ കഥയുടെ ഗതിക്ക് ഒരു വല്ലാത്ത ഗതി കൂടുന്നത്. കഥ സംഭവ ബഹുളമായി തീരുന്നത്. അതുവരയ്ക്ക് സാധാരണ മട്ടിൽ ഒഴുകിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ മഹാഭാരത വംശം, ഭരതവംശം, ഈ ഭീഷ്മരുടെ ശപഥത്തോടു കൂടിയിട്ട് ആകെ എന്താ പറയുക, അസ്വസ്ഥമാവുകയാണ്. ആ അസ്വസ്ഥതകൾക്കൊക്കെ മൂലമായിട്ടുള്ള കാരണം ഈ ഭീഷ്മരുടെ അസ്ഥാനത്തുള്ളതായിട്ടുള്ള ശപഥമാണ്. എന്നാൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഒരച്ഛന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കൽ മകൻ്റെ ധർമ്മമല്ല. അച്ഛൻ്റെ കാമപൂർത്തി ചെയ്തു കൊടുക്കൽ, അത് വയസ്സുകാലത്ത് അദ്ദേഹത്തിൻ്റെ മോക്ഷഗതിക്ക് വേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യേണ്ട സന്ദർഭത്തിൽ, വാനപ്രസ്ഥനോ സന്യാസിയോ ആവേണ്ടതായിട്ടുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം വേണ്ടാന്ന് വെച്ച ഒരാഗ്രഹത്തെ വീണ്ടും പോഷിപ്പിച്ചു കൊടുത്ത്, സാധിപ്പിച്ചു കൊടുത്ത്, അദ്ദേഹത്തെ ഒരു മഹാസംസാരിയാക്കി, ഒരു രോഗിയാക്കി, അദ്ദേഹത്തിൻ്റെ അകാല മരണത്തിന് പോലും കാരണമാക്കി. രോഗിയായിട്ടാണ് ശന്തനു മരിക്കുന്നത്. ആ ശന്തനുവിന് 2 പുത്രന്മാരുണ്ടാകുന്നു. ഈ സത്യവതി ദേവിയിൽ മൂത്ത പുത്രൻ ചിത്രാംഗതൻ, രണ്ടാമത്തെ ആള് വിചിത്രവീര്യൻ. ശന്തനു ഈ കുട്ടികൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. അപ്പൊ ഭരണം നടത്തുന്നത് ആരാണ്? ഈ ഭീഷ്മർ തന്നെയാണ്. അപ്പൊ ഏതൊരു സിംഹാസനത്തിൽ താൻ ഇരിക്കില്ല, ഏതൊരു ഭരണം താൻ കയ്യാളില്ല എന്ന് പറഞ്ഞുവോ, ആ ഭരണം നടത്തുന്നത് വാസ്തവത്തിൽ സിംഹാസനത്തിൽ നേരിട്ടിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് ഈ ഭീഷ്മനാണ്. വാസ്തവത്തിൽ ഇവരുടെ കഥയിലേക്ക് വരുന്നതിന് മുമ്പേ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥ യയാധിയുടെ കഥ, മറ്റൊന്ന് നമ്മുടെ ഭരതന്റെ പുത്രന്മാരുടെ കഥ ഞാൻ സൂചിപ്പിച്ചു. ഏറ്റവും യോഗ്യന്മാരായിട്ടുള്ള ആളുകളെ വേണം ചക്രവർത്തിമാരാക്കാൻ അല്ലെങ്കിൽ രാജാക്കന്മാരാക്കി വാഴിക്കാൻ എന്ന് മാതൃക കാണിച്ച ആളാണ് ഭരതൻ. ആ പാഠം ഉള്ളിലിരിക്കട്ടെ. അതിനുശേഷം ഒരു യയാതിയുടെ കഥ വർണ്ണിക്കുന്നുണ്ട്. ശുക്രാചാര്യരുടെ മകളായ ദേവയാനി വിവാഹം കഴിച്ചതായിട്ടുള്ള യയാതിയുടെ കഥ. ആ യയാതി ശുക്രാചാര്യരുടെ ശാപം കൊണ്ട് യൗവനം നഷ്ടപ്പെട്ട് മക്കളോട് യൗവനം വീണ്ടും മേടിച്ച് പിന്നെയും 1000ഓളം വർഷം ഭോഗങ്ങൾ അനുഭവിച്ച് മതിയാവുന്നില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിരക്തനാവുന്ന കഥയുണ്ട്. എന്നിട്ട് മക്കളെയും ഭാര്യയെയും എല്ലാവരെയും വിളിച്ച് സദസ്സിൽ വെച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാമങ്ങൾ അനുഭവിച്ച് തീർക്കാൻ പറ്റുന്നതല്ല. കാമങ്ങളെ അനുഭവിക്കും തോറും, വിഷയങ്ങളെ അനുഭവിക്കും തോറും നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള കാമവാസന വർദ്ധിച്ചു വർദ്ധിച്ചു വരികയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യൻ അതിൻ്റെ പ്രയത്നം ചെയ്യരുത്, അതിന് പുറകെയല്ല പോകേണ്ടത് എന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ഒരു മഹാവാക്യം യയാതിയുടെ പ്രശസ്തമാണ്. ന ജാതു കാമാഹ കാമാനാം ഉപഭോഗേന ശാമ്യതേ ഹവിഷാ കൃഷ്ണവർമ്മേവ
ഭൂയ ഏവ വിവർദ്ധതേ ന ജാതു കാമാഹ കാമാനാം ഉപഭോഗേന ശമ്യത്തെ. ഈ വിഷയവാസനകൾ, വിഷയവസ്തുക്കളുടെ ഉപഭോഗം കൊണ്ട് ഒരിക്കലും ശമിക്കാൻ പോകുന്നില്ല. അത് അഗ്നിയെ നെയ്യൊഴിച്ച് കെടുത്താൻ പോകുന്നത് പോലെയാണ്. ഹവിഷ കൃഷ്ണവർമ്മ ഇവ. കൃഷ്ണവർമ്മ എന്നത് അഗ്നിയുടെ പര്യായമാണ്. കറുത്ത കവചത്തോടു കൂടിയവൻ, ധൂമമാകുന്ന കവചത്തോടു കൂടിയവൻ എന്നർത്ഥത്തിലാണ് അഗ്നിക്ക് കൃഷ്ണവർമ്മ എന്ന പേര്. ആ അഗ്നിയെ ഹവിസ്സുകൊണ്ട്, ഹവിസ് എന്നാൽ നെയ്യ്, നെയ്യൊഴിച്ച് എങ്ങനെയാണോ അഗ്നിയെ കെടുത്താൻ ശ്രമിക്കുന്നത്, അതുപോലെ മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ച് നമുക്ക് തൃപ്തി വരിക എന്നത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം നമ്മുടെ നൈസർഗികമായിട്ടുള്ള സ്വഭാവം 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും എന്ന് പറഞ്ഞതുപോലെ ഏത് ഭോഗങ്ങളാണെങ്കിലും അനുഭവിക്കും തോറും അതിൻ്റെ കൂടുതൽ എന്താ പറയുക, അതിൻ്റെ മാനിഫോൾഡ് ആയിട്ടുള്ള വാസനകൾ, മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള വാസനകൾ വർദ്ധിച്ച് വരിക എന്നതാണ് ഏത് രംഗത്തുമുള്ളതായിട്ടുള്ള ആ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കാണാവുന്നത്. അപ്പോൾ ഒരിക്കലും കാമങ്ങളെ അനുഭവിച്ച് മനുഷ്യന് തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല എന്നും, അതുകൊണ്ട് വിവേകം കൊണ്ട് കാമങ്ങളെ നിയന്ത്രിക്കണം, കാമങ്ങളുടെ എണ്ണം കുറയ്ക്കണം, ധാർമ്മികമായി ജീവിക്കണം. ധാർമ്മികമായിട്ടുള്ള കാമങ്ങൾ മാത്രമേ ഒരുവന് പാടുള്ളൂ. അധാർമികമായിട്ടുള്ള കാമം അവനെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും. അപ്പൊ ധാർമ്മികമായ കാമം മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത് നമ്മുടെ സനാതന ധർമ്മ വ്യവസ്ഥയിൽ. എന്താണ് ധാർമ്മികം എന്നുള്ളത്? ഓരോരുത്തരുടെയും റോളിനനുസരിച്ച്, ജീവിത അവസ്ഥയ്ക്കനുസരിച്ച്, വർണ്ണ ആശ്രമ ധർമ്മത്തിനനുസരിച്ചാണ് ധാർമ്മികമായിട്ടുള്ള കാമങ്ങളെ നിർവചിച്ചിട്ടുള്ളത്. ഏത് വർണ്ണത്തിൽ, ഏത് ആശ്രമത്തിൽ ഒരാൾ ജീവിക്കുന്നുവോ, എന്താണ് അവൻ്റെ റോൾ, അവൻ്റെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലാണ് അവൻ, അതിനനുസരിച്ച് ഒരാൾക്ക് ഏതൊക്കെ ആഗ്രഹങ്ങളാകാം എന്ന് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് നിർണയിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരാൾക്ക് ശക്തിയുണ്ട്, ബലമുണ്ട്, ധനമുണ്ട്, പദവിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, കൈക്കരുത്തുണ്ട്, ലോകം തൻ്റെ ചൊൽപ്പടിയിലാണ് എന്ന് കരുതി എന്തും താന്തോന്നിത്തം കാണിക്കാനുള്ളതായിട്ടുള്ള ഒരു ലൈസൻസ് സനാതനധർമ്മം തന്നിട്ടില്ല. കയ്യൂക്കുള്ളവന് അവൻ്റെ കയ്യൂക്കിനനുസരിച്ച് തോന്നിയവാസം കാണിക്കാനുള്ള ഓരോരോ ലൈസൻസ് ഈ സനാതനധർമ്മം അനുവദിച്ചിട്ടില്ല. കാരണം അപ്പോൾ അവൻ ധർമ്മത്തിന് വ്യതിചലിച്ചു പോകും, അവൻ ലക്ഷ്യത്തിൽ നിന്ന് പോകും. ആ ലക്ഷ്യം എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിയാണ്. പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിക്ക് അനുകൂലമായിരിക്കണം അവൻ്റെ ബാക്കിയുള്ള ജീവിത എന്താ പറയുക വ്യവസ്ഥകളെല്ലാം തന്നെ. ആ ലക്ഷ്യത്തിൽ നിന്ന് അവൻ വ്യതിചലിക്കാൻ പാടുള്ളതല്ല. അതാണ് ഈ വർണ്ണാശ്രമധർമ്മം എന്നതായിട്ടുള്ള വലിയൊരു ചട്ടക്കൂട്. വളരെ ശാസ്ത്രീയമാണത്. ഓരോ മനുഷ്യനെയും അവൻ്റെ പരമപദവിയിലേക്ക് എത്തിക്കാൻ വളരെ ശാസ്ത്രീയമായി നല്ലതുപോലെ ചിന്തിച്ച് നിർണയിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് വർണ്ണാശ്രമധർമ്മം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അപ്പോൾ കാണാം. അപ്പോൾ ആ വ്യവസ്ഥയെയാണ് ഇവിടെ ലംഘിക്കുന്നത് ആര്? അത് യയാതി പറഞ്ഞത് കേൾക്കാത്ത പിൻതലമുറയിലെ ശന്തനു തൻ്റെ കാമത്തിന് വേണ്ടി മകന്റെ യൗവനത്തെ ബലി കഴിച്ച് മകന്റെ കഴിവുകളെ മുഴുവൻ
ലോകത്തിന് പ്രയോജനപ്പെടുത്താൻ സമ്മതിക്കാതെ മകൻ എത്ര ശ്രേഷ്ഠനാണ്, ആ മകൻ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ശക്തന്മാരും എത്ര ധാർമ്മികന്മാരും എത്ര യോഗ്യന്മാരുമായിട്ടുള്ള സന്തതികൾ ഉണ്ടാവുമായിരുന്നു. അങ്ങനെയാണ് ഒരു അച്ഛൻ കരുതേണ്ടത്. താനല്ല ഇപ്പൊ വിവാഹം കഴിക്കേണ്ടത്, തൻ്റെ മകനാണ് വിവാഹപ്രായം മുതിർന്നു നിൽക്കുന്നത്, അവനെ ഞാൻ വിവാഹം കഴിപ്പിക്കുന്നതിന് പകരം ഈ വയസ്സുകാലത്ത് വാർദ്ധക്യത്തിൽ വാനപ്രസ്ഥത്തിന് പോകേണ്ട ഞാൻ എൻ്റെ മുത്തശ്ശനായ യയാതി പറഞ്ഞത് ഓർക്കാതെ, മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അവരുടെ വംശത്തിലെ പിതാമഹനായിരുന്ന യയാതി പറഞ്ഞത് കേൾക്കാതെ വഴിതെറ്റിപ്പോകുന്ന ശന്തനുവിനെയും ആ ശന്തനുപുത്രനായ ഭീഷ്മരെയും. എന്നാൽ ഭീഷ്മർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഈ ശന്തനുവിൻ്റെ ജ്യേഷ്ഠൻ തന്നെ കാണിച്ചു കൊടുത്തു. ദേവാപി എന്ന് പറഞ്ഞ ശന്തനുവിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം വിരക്തനായിരുന്നു, നിവൃത്തി നിരതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല? രാജ്യത്ത് നിന്നില്ല. കാരണം ഒരു അവിവാഹിതനായിട്ടുള്ള ഒരു ജ്യേഷ്ഠൻ ഒരു കുടുംബത്തിൽ നിന്നാൽ അനുജന് സ്വസ്ഥതയുണ്ടാവില്ല, ആ കുടുംബത്തിന് സ്വസ്ഥതയുണ്ടാവില്ല. അതുകൊണ്ട് അവിവാഹിതരായ ബ്രഹ്മചാരിമാർ, മൂത്തവർ ഗൃഹത്തിൽ നിൽക്കുമ്പോൾ താഴെയുള്ളവർ വിവാഹം കഴിക്കുന്നത് ഒരു ശോഭനമായിട്ടുള്ള കാര്യമല്ല, അത് അധാർമികമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് അനുജന് വഴി ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ജ്യേഷ്ഠനായ ദേവാപി നാട് വിട്ടു പോയത്. അപ്പൊ ഈ വല്യച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ട് ഭീഷ്മർക്ക് മാർഗം. ആ മാർഗത്തെയായിരുന്നു എന്നാൽ ഭീഷ്മർ പിന്തുടരേണ്ടിയിരുന്നത്. അച്ഛന് വേണ്ടി ഒരു മഹാത്യാഗം ചെയ്തു. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ, അച്ഛന് സമാധാനം കൊടുക്കാൻ ഒരു വലിയ ത്യാഗം ചെയ്തു. ആ ത്യാഗത്താൽ എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രീഭവിച്ചു. ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? അവിടുത്തെ അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി വലിയൊരു ത്യാഗമായിരുന്നു. രാജസിംഹാസനം അതിന്റെ സുഖഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ അത് വേണ്ട എന്ന് വെക്കുന്നത് ഒരു വലിയ ത്യാഗമാണ്. യുവരാജാവ് എന്നുള്ളതായിട്ടുള്ള പദവിയിലേക്ക് വന്നിട്ടും ആ പദവി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഭരണകർത്താക്കളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 90, 96, 97 വയസ്സായിട്ടും ഏതെങ്കിലും ഒരു കസേര കിട്ടിയാൽ അള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ സ്വഭാവം. അങ്ങനെ ഒരു കസേര കിട്ടിയാൽ, ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു കസേര കിട്ടിയാൽ വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ് നമ്മൾ. ബസ്സിലിരിക്കാൻ ഒരു സീറ്റ് കിട്ടിയാൽ വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ് നമ്മൾ. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സീറ്റ് കിട്ടിയാൽ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ്. കുറച്ച് നേരത്തേക്ക് നമ്മുടെ സീറ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കർച്ചീഫ് നമ്മൾ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ സീറ്റ് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് താൻ യുവരാജാവായി അഭിഷിക്തനായിരിക്കെ ആ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് അച്ഛന് വേണ്ടി രാജ്യത്യാഗം ചെയ്ത് വിവാഹവും വേണ്ട എന്ന് വെച്ച്, സ്ത്രീ സുഖം ദാമ്പത്യ സുഖം വേണ്ട എന്ന് വെച്ച് ഇത്രയും വലിയൊരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രശംസനീയമാണ്. ആ പ്രതിജ്ഞ ആ സന്ദർഭത്തിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു മഹാസന്യാസത്തിന്റെ പ്രതിജ്ഞയാണ്. ഒരു മഹാസന്യാസത്തിന്റെ, നല്ല യൗവനയുക്തനായിരിക്കുന്ന ഒരാൾ സർവഭോഗങ്ങളുടെയും നടുവിലിരുന്നു കൊണ്ട് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ത്യജിക്കുമ്പോൾ അവൻ മോക്ഷത്തിന് അർഹനായി തീരുകയാണ്. അവൻ അത്രയും വലിയ ത്യാഗമാണ് ചെയ്തത്. അതിനെയാണ് ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്ത് അഭിനന്ദിച്ചത്. എന്താ അവിടെ പുഷ്പവൃഷ്ടി ഉണ്ടായല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണത്. ആ ചെയ്ത ത്യാഗം അതൊരിക്കലും ചെറുതല്ല. ഒരു മഹാത്യാഗം ചെയ്തു. ആ ത്യാഗത്തെ ലോകം അപ്ലോസ് ചെയ്തു. എത്ര വലിയ ത്യാഗമാണ് ഈ പുത്രൻ അച്ഛന് വേണ്ടി ചെയ്തത് എന്ന്. അതോടുകൂടി അദ്ദേഹം ആ ത്യാഗത്തിന്റെ പൂർത്തീകരണമാവണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, അച്ഛനെ ഈ പറഞ്ഞ ദൗത്യം കഴിഞ്ഞു, സത്യവതി ദേവിയെ അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛ, ഇതാ ഇനി രാജ്യവും പ്രജകളും
എല്ലാം അങ്ങയുടെ ഉത്തരവാദിത്വം. ഞാനിതെല്ലാം ത്യജിച്ചവനാണ്, എനിക്കിവിടെ ഇനി ഒരു റോളുമില്ല. എന്നെ വിടവാങ്ങാൻ അനുവദിച്ചാലും ഞാൻ പോകുന്നു, ഞാൻ പരിവ്രാജകനായി പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ സേവ ചെയ്യാൻ, ലോകസംഗ്രഹത്തിനായി കൊണ്ട് ഞാൻ പഠിച്ച വിദ്യകൾ മറ്റുള്ളവർക്ക് അഭ്യസിച്ചു കൊടുക്കാൻ, ഞാൻ സന്യാസവൃത്തി, പരിവ്രാജക വൃത്തി, ബ്രാഹ്മണ വൃത്തി, അങ്ങനെയുള്ള ഏതെങ്കിലും വൃത്തികൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അച്ഛൻ ഇനി എന്നെ ഇവിടെ പ്രതീക്ഷിക്കരുത്, ഞാൻ ഇതെല്ലാം ത്യജിച്ചവനാണ് എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്ത പുഷ്പവൃഷ്ടി അത് എന്താ പറയുക, ധന്യമായി, അത് സ്ഥാനത്തായി, അത് യഥോചിതമായി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ അതിന് മറിച്ചായിരുന്നു. ആ ചെയ്ത വലിയ ത്യാഗത്തെ എന്താ പറയുക, അതിനെ മുഴുവൻ, അതിൻ്റെ മഹത്വത്തെ മുഴുവൻ ഇകഴ്ത്തുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് കണ്ടത്. ഇപ്പം നമ്മളും തന്നെ പലരും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ പ്രശംസിക്കും. പിന്നീട് അതേ ആള് തന്നെ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്താൽ ഇതേ സമൂഹം തന്നെ കല്ലെറിയില്ലേ? ഇതേ സമൂഹം തന്നെ അയാളെ കല്ലെറിയുന്നത് കാണാറില്ലേ നമ്മൾ? അതുവരെ പ്രശംസിച്ചതായിട്ടുള്ള ലോകം കല്ലെറിയുന്നത് കാണാം. പക്ഷെ ഇവിടെ ഭീഷ്മരെ ആരും കല്ലെറിഞ്ഞില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ശക്തിയിലും അദ്ദേഹത്തിന്റെ സ്ഥാനത്തിലും ഉള്ള പേടി കൊണ്ട്. അദ്ദേഹത്തെ ഭയമുണ്ട്. കാരണം അദ്ദേഹം എവിടെയായിരിക്കുന്നത്? അദ്ദേഹം വലിയ സ്ഥാനത്തായിരിക്കുന്നത്, ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തിലാണ് ഇരിക്കുന്നത്. ഭരണത്തിന്റെ ചുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ്, ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. തന്നെ ആരെങ്കിലും വിമർശിച്ചാൽ പിടിച്ച് അകത്തിട്ട് വേണമെങ്കിൽ 4 പൂശെന്നുള്ള പേടി ജനങ്ങൾക്കുണ്ടാവും. അത്രയും കൈക്കരുത്തുള്ള ആളുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൈക്കരുത്തിന്റെ മുമ്പിൽ ദേവന്മാർ പോലും നിൽക്കില്ല, ഒരാളും നിൽക്കില്ല. ലോകത്തിലെ 3 ലോകത്തിലും ഭീഷ്മരുടെ കൈക്കരുത്തിന്റെ മുമ്പിൽ നിൽക്കാൻ, ഭീഷ്മരുടെ പൗരുഷത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരാളും ഉണ്ടാവില്ല. അപ്പൊ ആ ഭീഷ്മരെ പേടിച്ച് പ്രജകള് കല്ലെറിയില്ല, പെറുപെറുക്കുകയുള്ളൂ. അവര് തമ്മിൽ കുശുകുശുക്കും. പുറത്ത് കേൾക്കില്ല, അത് പുറത്ത് കേൾക്കാൻ നിവൃത്തിയില്ല, ധൈര്യമില്ല ആർക്കും. രാമരാജ്യമല്ല. രാമരാജ്യത്താണെങ്കിൽ സീതയെക്കുറിച്ചും രാമനെക്കുറിച്ചും വേണമെങ്കിൽ പറയാം, ധൈര്യമായിട്ട് രാമന്റെ മുമ്പിൽ ചെന്ന് പറയാം, പേടിയില്ലാതെ പറയാം പ്രജകൾക്ക്. അതായിരുന്നു രാമരാജ്യം. അതിൽ നിന്ന് വളരെ അകലത്തിലേക്ക് വന്നു. ഈ ദ്വാപര യുഗത്തിലേക്ക് വന്നപ്പോഴേക്കും ധർമ്മം ക്ഷയിച്ച അവസ്ഥയാണ്. അപ്പോ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവത്തെ വിലയിരുത്തേണ്ടത്. അല്ലാതെ കഥ വായിച്ചിട്ട് അങ്ങനെ പോവുകയല്ല വേണ്ടത്. കഥ വായിച്ച് എല്ലാം ടിക് 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 മാർക്കിട്ടിട്ട് പോകുകയല്ല വേണ്ടത്. ആ സന്ദർഭങ്ങളെ നമ്മൾ ഇന്നത്തെ സന്ദർഭങ്ങളുമായി കൂട്ടി ഒന്ന് വിലയിരുത്തേണ്ടതാണ്, വിമർശനാത്മകമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അപ്പൊ അന്ന് ഭീഷ്മർക്ക് ശക്തി കുറവായിരുന്നുവെങ്കിൽ, ഭീഷ്മരേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സമൂഹത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഭീഷ്മരെ കുറ്റപ്പെടുത്തിയെന്നെ. അങ്ങ് എന്ത് പണിയായി ചെയ്യുന്നത് എന്ന് ചോദിച്ചേനെ. ആർക്കും അതിനുള്ള ധൈര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ഭീഷ്മരെ ചോദ്യം ചെയ്യാൻ, ശന്തനുവിനെ ചോദ്യം ചെയ്യാൻ. അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ അച്ഛൻ ഭാര്യയുമായി രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും മകൻ രാജ്യം ഭരിച്ചു. അച്ഛൻ മരിച്ചുപോയി, കുട്ടികൾ വളർന്നു വരുന്ന അവരെ യുവരാജാക്കന്മാരായി ആ അധികാരം ഏറ്റെടുക്കുന്നത് വരേക്കും പിന്നെയും ഭരണം നടത്തിയത് ഭീഷ്മർ തന്നെയാണ്. ചിത്രാംഗതൻ എന്ന ബാലൻ അല്പം യൗവനയുക്തനായി അവനെ അഭിഷേകം ചെയ്യുന്നത് വരെ രാജ്യം ഭരിച്ചത് ഭീഷ്മർ തന്നെയാണ്. സത്യവതി എന്ന മാതാവ് ഒരു പേരിന് സിംഹാസനത്തിൽ ഇരുന്നു കൊടുത്തു. ഭരണകാര്യങ്ങളൊക്കെ നടത്തിയത് ഭീഷ്മർ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് ഭീഷ്മരായിരുന്നു. സത്യവതി എന്ന അമ്മ അറിവുള്ളവർ തന്നെയാണ്, പക്ഷെ ഒരു സ്ത്രീയാണ്, പരിമിതികളുണ്ട്. ഈ ഭീഷ്മരുടെ മുമ്പിൽ അവരൊന്നുമല്ല. അപ്പൊ ഭരണം നടത്തിയത് മുഴുവൻ ഭീഷ്മരാണ്.
പിന്നീട് ചിത്രാംഗതൻ എന്ന യുവരാജാവ് ഒരിക്കൽ അദ്ദേഹം പരാക്രമം കാണിക്കുന്നുണ്ട്, പല രാജാക്കന്മാരെയും ജയിക്കുന്നുണ്ട്, ശക്തനാണെന്ന് കുറെയൊക്കെ തെളിയിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അഹങ്കരിച്ച് ഒരിക്കൽ നായാട്ടിന് പോയതായിട്ടുള്ള സന്ദർഭത്തിൽ തൻ്റെ തന്നെ പേരുള്ള ഒരു ഗന്ധർവൻ, ചിത്രാംഗതൻ എന്ന പേരുള്ളതായിട്ട് ഒരു ഗന്ധർവനുമായിട്ട് ഏറ്റുമുട്ടി. ആ ഗന്ധർവൻ വെല്ലുവിളിച്ചു, 2 ചിത്രാംഗതന്മാർ ഈ ഭൂമിയിൽ വേണ്ട, ഏതെങ്കിലും ഒരുവൻ മതി എന്ന് പറഞ്ഞ് ആ ചിത്രാംഗതൻ എന്ന ഗന്ധർവനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ ഈ ചിത്രാംഗതൻ, ഭീഷ്മ അനുജനായിട്ടുള്ള ചിത്രാംഗതൻ മരണം പ്രാപിക്കുന്നു, അകാല മൃത്യു വരിക്കുന്നു യുദ്ധത്തിൽ വെച്ച്. പിന്നീട് വിചിത്രവീര്യൻ വളർന്നു വരുന്നത് വരെ ഭരണം നടത്തിയത് ഭീഷ്മർ തന്നെ. വിചിത്രവീര്യനും ചിത്രാംഗതനും തമ്മിൽ 6-7 വയസ്സിന്റെ വ്യത്യാസമുണ്ട് തോന്നും. ആ വിചിത്രവീര്യൻ പിന്നെ യുവരാജാവാകുന്നു. ആ വിചിത്രവീര്യൻ പക്ഷേ വലിയ കഴിവുള്ള ആളൊന്നുമല്ല, ഒരു ഡമ്മി. ഭീഷ്മരുടെ തണലിൽ, ഭീഷ്മരുടെ നിഴലിൽ, ഭീഷ്മരെന്ന കാവൽക്കാരൻ ഉള്ളതുകൊണ്ട് ശക്തനായിട്ടുള്ള ഒരാൾ പ്രൊട്ടക്ടറായിട്ട്, ഗോഡ്ഫാദറായിട്ട് ഉള്ളതുകൊണ്ട് മറ്റ് രാജാക്കന്മാർ, മറ്റ് രാജ്യക്കാർ, ശത്രുക്കൾ ഒന്നും ആക്രമിക്കാതെ രക്ഷപ്പെട്ടു പോന്നു. അദ്ദേഹത്തെ ഒരു രോഗിയുമായിരുന്നു. അദ്ദേഹത്തിന് യക്ഷ്മാവ് അഥവാ രാജയക്ഷ്മാവ് എന്നുള്ളതായിട്ടുള്ള രോഗവും ഉണ്ടായിരുന്നു, ക്ഷയരോഗം. അച്ഛന് വയസ്സുകാലത്തുണ്ടായതിന്റെ കുഴപ്പമാണ്. അച്ഛൻ യൗവനത്തിലുണ്ടായ പുത്രനല്ല വിചിത്രവീര്യൻ. അച്ഛന്റെ വയസ്സുകാലത്തുണ്ടായ പുത്രനായതിന്റെ ദോഷം ആ പുത്രനിലേക്കും വന്നു. നല്ല ആരോഗ്യമുള്ളപ്പോണ്ടായ പുത്രന്മാരാണ് ഇവിടെ ഭീഷ്മരെ പോലെയുള്ള ആളുകൾ. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ് വയസ്സുകാലത്തുണ്ടായ കുട്ടി, ആ കുട്ടിക്ക് ആരോഗ്യം തികച്ചുണ്ടായിരുന്നില്ല. അത് ആ അച്ഛന്റെ വയസ്സുകാലത്തുള്ള അസുഖം മകനും കിട്ടി. അതാണ് രാജയക്ഷ്മാവ് എന്ന അസുഖമുള്ള ആളായിരുന്നു വിചിത്രവീര്യൻ. അങ്ങനെ വെറും ഒരു ബിനാമിയായി, ഒരു ഡമ്മിയായി സിംഹാസനത്തിൽ ആ വിചിത്രവീരനെ വെച്ചുകൊണ്ട് പിന്നെയും ഭരണം നടത്തിയത് ഭീഷ്മരാണ്. അങ്ങനെ ഇരിക്കുകയാണല്ലോ, ഈ വിചിത്രവീരന് ആരും വിവാഹത്തിൽ കന്യകമാരെ കൊടുത്തില്ല. വിചിത്രവീരന്റെ വിവാഹം നടക്കുന്നില്ല. ഈ വംശത്തിലേക്ക് സന്തതികൾ ഉണ്ടാവണം. ഇനി ഈ വിചിത്രവീരന് ആയുസ് അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. ത്രികാലജ്ഞാനികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടത്. ഇവൻ രോഗിയാണ്, ഇവൻ ചിലപ്പോൾ എപ്പോ വേണമെങ്കിൽ മരണം സംഭവിക്കാം. അപ്പൊ ഈ സിംഹാസനത്തിന് ഒരു അവകാശി ഇല്ലാതെ പോകും. ഒരു പാരമ്പര്യമായിട്ട് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുകൊണ്ട് ഇയാളെ വേഗം വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള നിർബന്ധം ആ സത്യവതി ദേവിക്കും മറ്റുള്ള പ്രകൃതികൾ എന്ന് പറയുന്ന രാജാവിന്റെ സേവകന്മാരായിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും നിർബന്ധമായി വരുന്നു. അങ്ങനെയാണ് ഈ വിചിത്രവീരനെ വിവാഹം കഴിക്കാൻ വേണ്ടി സ്വയം ഭീഷ്മർ തന്നെ ഒരു സ്വയംവരത്തിലേക്ക് ക്ഷണിക്കാതെ ചെല്ലുന്നത്. കഥയൊക്കെ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാശി രാജാവിന്റെ 3 മക്കൾ അംബിക, അംബാലിക, അവരുടെ വിവാഹ വേദിയിലേക്ക് ഈ ഭീഷ്മരും ചെന്ന് അവിടെയുള്ള രാജകുമാരന്മാരുടെ കൂട്ടത്തില് ഒരു സിംഹാസനത്തിൽ, ഒരു അതിഥികളുടെ ആസനത്തിൽ വിവാഹ അർത്ഥനയുമായി ചെന്ന് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ ചെന്നിരിക്കുന്നത് അല്ലെ, ഒരു ഉദ്യോഗാർത്ഥിയെ പോലെ, ഇന്റർവ്യൂ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിയെ പോലെ തന്റെ പ്രൊഫൈലും അവിടെ സമർപ്പിച്ചിരിക്കുന്ന, തന്റെ ഫയൽ അവിടെ സമർപ്പിച്ച് ഇന്റർവ്യൂവിന് വിളിക്കാൻ കാത്തിരിക്കുന്ന ഒരു പോലെ നമ്മുടെ ഭീഷ്മരും അവിടെ ചെന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അംബിക, അംബാലികമാരുടെ ധാത്രിമാര് വരണമാല്യവുമായിട്ട് ആ സഭയിൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്ത് ഓരോ രാജാക്കന്മാരും ഇതാ ഇന്നവനാണ്, ഇന്ന യുവരാജാവാണ്, ഇന്ന രാജ്യത്തിലെ അടുത്ത അവകാശിയാണ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള രാജാവാണ് എന്ന് ഓരോരുത്തരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അംബിക, അംബാലികമാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭീഷ്മരുടെ അടുത്ത് എത്തിയതായിട്ടുള്ള സമയത്ത്
ഭീഷ്മരെ അവഗണിച്ചുകൊണ്ട് ധാത്രിമാർ കടന്നുപോയി. കാരണം ഇയാള് വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് ലോകം മുഴുവൻ അറിയാം. പ്രായം കുറെ ആയിട്ടുമുണ്ട്. ഈ കുട്ടികളുടെ പ്രായത്തിന് പറ്റിയ ആളല്ല, നല്ലോണം പ്രായമായിട്ടുണ്ട്. അപ്പൊ പ്രായം കൊണ്ട് മുതുക്കനായ ഈ ഭീഷ്മരെ വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളെ എങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കടന്നുപോയതായിട്ടുള്ള സന്ദർഭത്തില് മറ്റുള്ള രാജാക്കന്മാർ ഭീഷ്മരെ നോക്കി പരിഹസിച്ചു അവര്. കാരണം ഇയാൾ പ്രതിജ്ഞ ചെയ്തിട്ട് ഇയാൾക്കൂടെ എന്ത് കാര്യം, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറയും പോലെ എല്ലാവരും പരിഹസിച്ചു. ആ പരിഹാസം അദ്ദേഹത്തെ രോഷാകുലനാക്കി. അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഈ 3 കന്യകമാരുടെയും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, വാളൂരി പിടിച്ചുകൊണ്ട്, സദസ്സിലുള്ള എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ 3 കന്യകമാരെയും തൻ്റെ ബലം കൊണ്ട് വലിച്ചഴച്ച് തൻ്റെ രഥത്തിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാ രാജാക്കന്മാരും എതിർത്ത് യുദ്ധം ചെയ്തതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ ഭീഷ്മരെ സംബന്ധിച്ച് അവരൊക്കെ പുല്ലാണ്. അദ്ദേഹത്തിന്റെ ശക്തിക്ക് മുമ്പിൽ ഒന്നുമല്ല. അങ്ങനെ എല്ലാവരെയും അസ്ത്രങ്ങളെ കൊണ്ട് മഴ പെയ്യിച്ച് എല്ലാവരെയും പരാജയപ്പെടുത്തി പിന്തിരിപ്പിച്ച് ഓടിപ്പിച്ച് ശക്തനായിട്ടുള്ള ഭീഷ്മർ ഈ 3 പേരെയും രഥത്തിൽ കടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോഴാണ് സാൽവൻ എന്ന രാജാവ് പിന്തുടർന്നുകൊണ്ട് ഭീഷ്മരെ ആക്രമിക്കുന്നതും ആ സാൽവനുമായിട്ട് ഘോരമായിട്ടുള്ള യുദ്ധം ഭീഷ്മർ നടത്തുന്നു. ആ യുദ്ധത്തില് സാൽവനെ നിസ്സാരമായി പരാജയപ്പെടുത്തി അവമാനിച്ച് അവിടുന്ന് അഴിച്ചു വിടുന്നു. കടന്നു പോ, എന്റെ മുമ്പിൽ ഇനിയും നിന്നാൽ നീ വധിക്കപ്പെടും, അതുകൊണ്ട് കടന്നു പോ, നിന്റെ ജീവിതം എന്റെ ഭിക്ഷയാണെന്നുള്ള മട്ടില് ക്ഷത്രിയനായുള്ള സാൽവനെ അവമാനിച്ച് തന്റെ ശക്തി കൊണ്ട്, തന്റെ ബലം കൊണ്ട് എല്ലാവരെയും ജയിച്ച് ഈ 3 കന്യകമാരെയും കൊണ്ട് അന്തപുരത്തിലേക്ക്, ഹസ്തിനപുരത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഭീഷ്മരെ നമുക്കൊക്കെ അറിയാം. അപ്പൊ ഇവിടെ ഭീഷ്മർ ചെയ്തത് ഏത് ധർമ്മമാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങനെയാ ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക? തന്റെ രാജാവിനോടുള്ളതായിട്ടുള്ള ലോയൽ അല്ലെ, തന്റെ രാജാവ് വിചിത്രവീര്യൻ, ആരോഗ്യമില്ലാത്ത രാജയക്ഷ്മാവെന്ന അസുഖം പിടിച്ചതായിട്ടുള്ള ഒരു രാജകുമാരന് ഒരു പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ 3 പെൺകുട്ടികൾ സ്വയംവര മണ്ഡപത്തിലായിരുന്നു. സ്വയംവരം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടി ഇഷ്ടമാവണമായിരുന്നു. അവരുടെ സമ്മതത്തോടുകൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും മത്സരം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയിൽ ജയിച്ച് വീരശുൽക്കം എന്ന് പറയുന്ന രീതിയിലോ, ഇപ്പൊ വില്ലൊടിക്കാനോ ഏതെങ്കിലും ലക്ഷ്യം ഭേദിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള അഭ്യാസങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് താൻ ശക്തനാണെന്ന് തെളിയിച്ച് ആ മത്സരത്തിൽ ജയിച്ചോ, വീരശുൽക്കമായിട്ട് ക്ഷത്രിയ രീതിയിലോ, അല്ലെങ്കിൽ കന്യാദാനമായിട്ടോ, അല്ലെങ്കിൽ സ്വയംവരത്തിൽ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലോ, അങ്ങനെ പലതരത്തിലുള്ളതായിട്ടുള്ള വിവാഹ സമ്പ്രദായങ്ങളുണ്ട്. അതിലൊന്നും പെടാത്ത രീതിയിൽ, എന്നാൽ തനിക്ക് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ പോകട്ടെ എന്ന് പറയാം. താൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേരെയും ബലാത്കാരേണ പിടിച്ചതെങ്കിൽ അത് രാക്ഷസ വിവാഹം എന്ന് പറയൂ. അതിന് രാക്ഷസന്മാർക്ക് സ്ത്രീകളുടെ സമ്മതമില്ലെങ്കിലും തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാവുന്ന ഒരു അതിനെ നല്ല വിവാഹമായിട്ടല്ല, ഉത്തമ വിവാഹമായിട്ടല്ല ഗണിച്ചിരിക്കുന്നത്. അഷ്ടവിവാഹങ്ങളിൽ ഇങ്ങനെയും ഒന്നുണ്ട്. ഗാന്ധർവ വിവാഹം, ബ്രാഹ്മണ വിവാഹം, അതുപോലെയുള്ളതായിട്ടുള്ള പല വിവാഹങ്ങളിൽ ഒന്നാണ് ഈ രാക്ഷസ വിവാഹം. വേറൊന്നുണ്ട് പൈശാചിക വിവാഹം. അത് പൈശാചികം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കൊന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ മൃതശരീരത്തെ കൂടി പ്രാപിക്കുന്ന ആ ഒരു ഭാവമാണത്, ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളത്. അപ്പൊ ആ നികൃഷ്ടമായ പൈശാചികം, അതിന്റെ തൊട്ട് ഇതായിട്ടുള്ളതാണ് രാക്ഷസ വിവാഹം. ആ രാക്ഷസ വിവാഹം പോലും തനിക്ക് അനുഭവിക്കാൻ, തനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാകണമായിരുന്നു. ഇത് വാസ്തവത്തിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ചെയ്തതിൻ്റെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ എങ്ങനെയാ വ്യാഖ്യാനിക്കുക? മറ്റൊരാൾക്ക് വേണ്ടി ശക്തനായിട്ടുള്ള ഒരാള്
ഇങ്ങനെ അപഹരിച്ചുകൊണ്ട് വരുന്നതിനെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടായിസം എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. കയ്യൂക്കുള്ളവൻ, ബലമുള്ളവൻ, മറ്റൊരാൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന, തനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഇതിന് ഗുണ്ടായിസം എന്ന് പറയേണ്ടി വരും ഇന്നത്തെ ഭാഷയിൽ. അതാണ് അവിടെ കാണുന്നത്. ഇത് ധർമ്മമാണോ? ഇത് ഏത് ധർമ്മമാണ്? ബലവാന്റെ ധർമ്മം. ഇത് ബലവാന്റെ ധർമ്മമാണ്. ഇതാണ് വ്യാസൻ പലപ്പോഴും ഭീഷ്മരെ നോക്കി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. ബലസ്യ ഈശേ ഇതി നാ അധർമ്മം ചരേത്, ബലസ്യ ഈശേ ഇതി നാ അധർമ്മം ചരേത്. ബലത്തിന് ഈശനാണെന്ന് കരുതി, ബലവാനാണെന്ന് കരുതി അധർമ്മം പ്രവർത്തിക്കരുത്. ബലവാനാണെന്ന് കരുതി അധർമ്മം പ്രവർത്തിക്കരുത്. ബലവാൻ പാലിക്കാനുള്ളതാണ് ധർമ്മം. ബലവാൻ 100% ധർമ്മം പാലിക്കണം. കാരണം അവൻ ആരെയും പേടിക്കേണ്ടതില്ല, അവൻ സ്വതന്ത്രനാണ്. സ്വതന്ത്രനായിട്ടുള്ളവനെ 100% ധർമ്മം പാലിക്കാൻ പറ്റുള്ളൂ. പരവശന്മാരായിട്ടുള്ള മറ്റുള്ളവരുടെ കീഴിലുള്ള ആളുകൾക്ക് ധർമ്മം പാലിക്കാൻ പ്രയാസമുണ്ട്. മറ്റുള്ളവരുടെ എന്താ പറയുക, അംഗീകാരം കൂടി വേണം, മറ്റുള്ളവരുടെ അനുവാദം വേണ്ടി വരും. മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാൾക്ക് സ്വധർമ്മം മുഴുവനായിട്ട് പാലിക്കാൻ കഴിയില്ല. കാരണം തന്റെ യജമാനനെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷമേ അദ്ദേഹത്തിന് മറ്റു ധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ശക്തനായിട്ടുള്ള ഒരാൾ സ്വതന്ത്രനാണ്. ധാരാളം അനുവദിച്ചിട്ടുണ്ട്. ധർമ്മത്തിൽ എക്സംഷൻസ് അനുവദിച്ചിരിക്കുന്നത് നിസ്സഹായന്മാരായിട്ടുള്ള ആളുകൾക്കാണ്, പരവശന്മാരായിട്ടുള്ള ആളുകൾക്കാണ്, അസ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകൾക്കാണ്. ശക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ധർമ്മത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഈ ഭീഷ്മരെ പോലെ ശക്തനായിട്ടുള്ള ഒരാള് ചെയ്യുന്നത്, അദ്ദേഹം പൂർണ്ണമായിട്ട് 100% ധർമ്മം ആയിരിക്കേണ്ടടുത്ത് അദ്ദേഹം ചെയ്തതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കാം. അതെനിക്ക് സമ്മതമായിക്കൊള്ളണമെന്നില്ല, അത് ശാസ്ത്രസമ്മതമായിക്കൊള്ളണമെന്നില്ല, അറിവുള്ളവർക്ക് സമ്മതമായിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും സമ്മതമായിക്കൊള്ളണമെന്നില്ല. ന്യായീകരിക്കാം ആർക്ക് വേണമെങ്കിൽ. അത് ബലവാന്മാരുടെ ന്യായം. ബലസ്യ ഈശേ, ഞാൻ ബലവാനാണ്, എനിക്ക് കൈക്കരുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും. അപ്പൊ അങ്ങനെ ഈ 3 കന്യകമാരെ അവരുടെ ഇച്ഛ കൂടാതെ, അവരുടെ സമ്മതം കൂടാതെ തട്ടിക്കൊണ്ടുവന്നു. തന്റെ സഹോദരന്, ഈ ക്ഷയരോഗിക്ക് 3 പേരെയും വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് ആ അംബ എന്ന മൂത്ത സഹോദരി ധൈര്യം സംഭരിച്ച് ഭീഷ്മരോട് തൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആഗ്രഹം പറഞ്ഞത്. താൻ ആ സാൽവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ സാൽവൻ അതുകൊണ്ടാണ് തന്റെ പുറകെ വന്നത്, ഭീഷ്മരോട് യുദ്ധം ചെയ്തത്. തന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ ക്ഷത്രിയ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഭീഷ്മരോട് യുദ്ധം ചെയ്തത്. പക്ഷെ ഭീഷ്മരെ പോലെ ശക്തനായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ സാൽവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നെ അനുവദിച്ചാൽ ഞാൻ സാൽവന്റെ അടുത്തേക്ക് പോകുകയാണ്, എന്നെ അദ്ദേഹം സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് ധൈര്യം സംഭരിച്ച് ആ അംബ എന്ന ദേവി പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ ഭീഷ്മര് വല്ലാതെ ആവുന്നു. അപ്പൊ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. എന്നാൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് അനുവദിക്കുന്നു, പോകാൻ അനുവദിക്കുന്നു, എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അംബ തിരിച്ച് സാൽവന്റെ അടുത്തേക്ക് പോകുന്നതും സാൽവൻ നിരാകരിക്കുന്നതുമായിട്ടുള്ള കഥയൊക്കെ നമുക്കറിയാം. കാരണം സാൽവൻ ഒരു പൗരുഷമുള്ള ക്ഷത്രിയനാണ്, അദ്ദേഹത്തിന് മാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിന്നെ പ്രഗത്ഭനായ ശക്തനായ ഭീഷ്മർ കൈപ്പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട് നിന്നെ സ്വന്തമാക്കി. അവിടെ ഞാൻ പരാജയപ്പെട്ടു, നിന്നെ വീണ്ടെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനിയിപ്പോ അയാളുടെ ഭിക്ഷയാണ് നീ, അയാളുടെ ഔദാര്യമാണ്. ആ ഔദാര്യം സ്വീകരിക്കാൻ, ദാനം സ്വീകരിക്കാൻ ക്ഷത്രിയനായിട്ടുള്ള എൻ്റെ മനസാക്ഷി, എൻ്റെ പൗരുഷം എന്നെ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പറഞ്ഞത് ന്യായം. കാരണം ക്ഷത്രിയന്മാർക്ക് പൗരുഷവും മാനവുമാണ് ഏറ്റവും വലിയ ധനം. ക്ഷത്രിയന്മാരെ ദാനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം.
ക്ഷത്രിയന്മാർ ദാനം കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ക്ഷത്രിയന്മാർ ദാനം സ്വീകരിക്കാറില്ല, സ്വീകരിക്കാൻ പാടുള്ളതല്ല. ദാനം സ്വീകരിച്ചാൽ അവന്റെ ക്ഷത്രിയത്വം നഷ്ടപ്പെടുന്നു, ക്ഷത്രിയത്വം ക്ഷയിക്കുന്നു. കാരണം ആരിൽ നിന്നവൻ ദാനം സ്വീകരിക്കുന്നുവോ അവന്റെ വിധേയനായിത്തീരുന്നു, അവൻ അധീനനായിത്തീരുന്നു, അവനോട് ഒബ്ലിഗേഷൻ ഉണ്ടാകുന്നു. അപ്പൊ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, ഭരണം നടത്താനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയാവുന്നു. അപ്പോൾ ഒരു ക്ഷത്രിയൻ ഒരിക്കലും അസ്വാതന്ത്ര്യത്തെ മനഃപൂർവ്വം ഏറ്റെടുക്കില്ല ഏതെങ്കിലും ദാനം സ്വീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് ക്ഷത്രിയന്മാർക്ക് ദാനം വർജ്യമാണ്. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ക്ഷത്രിയന്മാർക്ക് ദാനം വർജ്യമാണ്, സ്വീകരിക്കാൻ പാടുള്ളതല്ല, കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതുതന്നെയാണ് ഇന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ബാധകം. അതുതന്നെയാണ് ഇന്നത്തെ മന്ത്രിമാർക്കൊക്കെ ബാധകം. നമ്മുടെ ഇന്നത്തെ മന്ത്രിമാരും ക്ഷത്രിയന്മാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ക്ഷത്രിയന്മാരാണ്, അവർ ഭരണം നടത്തുന്നവരാണ്. അവരാരിൽ നിന്നും ഒരു സമ്മാനവും ദാനമായി സ്വീകരിച്ചുകൂടാ. അവരുടെ വീട്ടിൽ ഗൃഹപ്രവേശത്തിനോ വിവാഹങ്ങൾക്കോ കുട്ടികളുടെ പിറന്നാളിനോ അവരാരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി അവരുടെ ഇന്ന് സമ്മാനങ്ങൾ മേടിച്ചാൽ, അല്ലെ, ബാർ മുതലാളികളുടെ ഇന്ന് ഇലക്ഷന് ഫണ്ട് മേടിച്ചാൽ, ഇപ്പൊ അതാണല്ലോ നടക്കുന്നത്. ബാർ മുതലാളിമാരുടെ ഇന്ന് ഇലക്ഷന് ഫണ്ട് മേടിച്ച് ഇലക്ഷൻ ജയിക്കുകയാണ്. പിന്നെ ഏത് നിയമമാ അവര് പാസ്സാക്കുക? ഇവർക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ടോ? ഈ കോടികൾ കൊടുത്ത ബാർ മുതലാളിമാര് പറയുന്ന നിയമങ്ങളല്ലേ ഇവർക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇന്നടത്തൊക്കെ ഞങ്ങൾക്ക് ബാറുകൾ തുറക്കണം, അതിന് ഇന്ന രീതിയിൽ നിങ്ങൾ ഫേവർ ചെയ്തു തരണം, നിയമങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. നിയമസഭയിൽ എല്ലാവരും ഒന്നിച്ച് ഇവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കും. കാരണം എല്ലാവരും ഇത് വാങ്ങിച്ച് ജയിച്ചു വന്നവരാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നവര് ഈ അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നതിന് കാരണം ഇവർ ഇങ്ങനെ ഫണ്ട് സ്വീകരിച്ച് ഇലക്ഷൻ ജയിച്ചു വരുന്നത് തന്നെയാണ്. സ്വന്തം കയ്യിൽ നിന്നെടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ അധികം പൈസ ചെലവാക്കാതെയോ ഇവർക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ഇലക്ഷൻ ജയിക്കണമെങ്കിൽ കാശ് ചെലവാക്കണം. ആ കാശ് അധാർമികമായിട്ടുള്ള മാർഗത്തിൽ സമ്പാദിച്ചവരുടെ കയ്യിൽ നിന്നേ കിട്ടുള്ളൂ. അപ്പൊ അവരുടെ നിന്ന് വാങ്ങിച്ച ശേഷം അവർക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുകയാണ് ഇവരുടെ പണി. അതാണ് ഇന്നത്തെ നമ്മുടെ ഭരണം മുഴുവൻ അഴിമതിയിൽ മുങ്ങാൻ കാരണം. അപ്പൊ ഭരണാധികാരികൾ ഒരിക്കലും ആരിൽ നിന്നും ഒരു ഔദാര്യവും ഒരു ദാനവും സ്വീകരിക്കാൻ പാടുള്ളവരല്ല. അതിന്റെ ഒരു പ്രതീകമാണ് സാൽവൻ. ഇവിടെ സാൽവൻ അഭിമാനിയാണ്. ഭീഷ്മരുടെ കൈകൊണ്ട് തൊട്ട് അപമാനിതയായ അംബയെ ഇനി ഒരു ദാനം പോലെ ഔദാര്യമായി സ്വീകരിക്കാൻ സാൽവന്റെ പൗരുഷം, സാൽവന്റെ ക്ഷത്രിയ രക്തം സമ്മതിച്ചില്ലെങ്കിൽ സാൽവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം ക്ഷത്രിയനാണ് എന്ന് തെളിയിച്ചതാണ്. അദ്ദേഹത്തിന് അംബയോട് സ്നേഹമില്ലാതെയല്ല, പക്ഷെ അംബയോടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹത്തെക്കാൾ അംബയെ ഭീഷ്മര് ബലാത്സംഗം ചെയ്തിട്ടൊന്നുമില്ല, അംബയുടെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. അതൊക്കെ സാൽവൻ അറിയാം. അംബ ഇപ്പോഴും ശുദ്ധ തന്നെയാണ്. എങ്കിലും ഒരു ക്ഷത്രിയൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് തൻ്റെ ഒരു ധർമ്മമുണ്ട്, തൻ്റെ ഒരു പൗരുഷമുണ്ട്. അത് കാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിഷേധിക്കാം. അങ്ങനെ നിഷേധിച്ചതായ സ്ത്രീയുടെ കണ്ണീര്, ഒരു സ്ത്രീയുടെ നിസ്സഹായത, ഒരു സ്ത്രീയെ തെരുവിൽ ഇറക്കി വിട്ടിട്ട് അങ്ങ് സുഖമായിരുന്നുകൂടാ, അങ്ങയുടെ പ്രതിജ്ഞ മാറ്റിവെച്ചോളൂ, അങ്ങ് പ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിൽ ഈ പണിക്ക് വരാൻ പാടില്ലായിരുന്നല്ലോ, അല്ലേ? വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന ഒരാള് ഈ പെണ്ണുങ്ങളെ പിടിക്കാനായിട്ട് എന്തിനാ പോയത്? പിന്നെ ഈ 3 പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവരാനുള്ള പണിക്ക് എന്തിനാ പോയത്? ഒരാൾ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞൊരാള് വിവാഹം കഴിച്ചിരുന്ന ഒരാളോ കഴിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരാളോ ആയിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് അനുവദിക്കാമായിരുന്നു. ഇദ്ദേഹം സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രതിജ്ഞ ചെയ്ത ഒരാള് 3 സ്ത്രീകളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ബലാത്കാരേണ പിടിച്ചു കൊണ്ടുവന്നത് ന്യായമോ?
മറ്റു രണ്ടുപേരും അവരുടെ നിസ്സഹായത കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവർ വിചിത്രവീരനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. അവർ രണ്ടുപേരും പാവങ്ങള്, അബലകളാണെന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ സമ്മതമില്ലെങ്കിലും വിചിത്രവീരനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. എന്നാൽ അംബ നല്ലൊരു ക്ഷത്രിയ കുമാരിയാണ്, നല്ലൊരു രാജകുമാരിയാണ്, നല്ല ശൗര്യമുള്ളവളാണ്. അവൾ വിട്ടില്ല. അവൾ ഭീഷ്മരെ പുറകെ പിടിച്ചു. മര്യാദയ്ക്ക് അങ്ങ് തന്നെ എനിക്കൊരു ജീവിതം തരണം, ഇല്ലെങ്കിൽ അതിന്റെ ഫലം അങ്ങ് അനുഭവിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് പിന്നാലെ കൂടി. പക്ഷേ ഭീഷ്മർ തൻ്റെ ഏതോ ഒരു അകാലത്ത് ചെയ്ത ഒരു പ്രതിജ്ഞയുടെ പേരിൽ, അസ്ഥാനത്ത് ചെയ്തൊരു പ്രതിജ്ഞയുടെ പേരിൽ ആ ഒരു പ്രതിജ്ഞ പാലിക്കാൻ ഇത്രയും വലിയൊരു അപരാധം ചെയ്തു, വലിയൊരു അധർമ്മം ചെയ്തു. ഒരു സ്ത്രീക്ക് ഒരു ആലംബനമില്ലാതെ തെരുവിലേക്ക് തള്ളിവിട്ടു. സ്വീകരിച്ചില്ല. ആ സ്ത്രീ എന്ത് ചെയ്തു? ആ സ്ത്രീ പിന്നെ ഈ ഭീഷ്മരെ കൊണ്ട് പറഞ്ഞാൽ അനുസരിപ്പിക്കാൻ പറ്റിയ ആളെ അന്വേഷിച്ച് നടന്നു, കരഞ്ഞ് അലഞ്ഞ് നടന്നു. അപ്പോഴാണ് പറഞ്ഞറിഞ്ഞത് ഈ ഭീഷ്മരുടെ ഗുരുനാഥനാണ് പരശുരാമൻ, ക്ഷത്രിയാന്തകനായ പരശുരാമൻ. ഭൂമിയിൽ 21 വട്ടം ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്ത മഹാശക്തനായ ആ ആചാര്യൻ, അദ്ദേഹം പറഞ്ഞാൽ ഈ ഭീഷ്മർ അനുസരിക്കാതിരിക്കില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞ് അംബയെ മനസ്സിലാക്കിച്ചു. അങ്ങനെയാണ് അംബ പരശുരാമന്റെ അടുത്ത് എത്തുന്നത്. ആ പരശുരാമനോട് തന്റെ ആവലാതി, തന്റെ ദുഃഖം അവതരിപ്പിച്ചു. കേട്ടതായിട്ടുള്ള പരശുരാമന് മനസ്സലിഞ്ഞു. ശരിയാണല്ലോ, ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കിയല്ലോ എൻ്റെ ശിഷ്യൻ. അവൻ എത്ര ധർമ്മിഷ്ഠനാണ്, അവൻ എത്ര യശസ്വിയാണ്, അവൻ എന്തെല്ലാം അറിവുള്ളവനാണ്. അവൻ ഈ പണി ചെയ്തത് ശരിയായില്ല. അവനെ കൊണ്ട് ഞാൻ ധർമ്മം ചെയ്യിപ്പിക്കാം, ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് അനുസരിപ്പിക്കാം എന്ന് ഈ അംബയ്ക്ക് വാക്കുകൊടുത്തു. അങ്ങനെ പരശുരാമൻ കുരുക്ഷേത്രത്തിലേക്ക്, ഹസ്തിനപുരത്തിലേക്ക് വന്ന് കുരുക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ഹസ്തിനപുരത്തിലേക്ക് കയറി വരുന്നില്ല. കുരുക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ദൂതന്മാരെ അയച്ചു. ആചാര്യൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കൂ ഭീഷ്മനോട്. അങ്ങനെ ഭീഷ്മർ ആചാര്യൻ വന്നതറിഞ്ഞ് ബഹുമാന പുരസ്സരം ആചാര്യനെ കാണാൻ വന്നു, ഗുരുനാഥനെ കാണാൻ വന്നു. വന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് പരശുരാമൻ ഭീഷ്മരോട് പറയുന്നത്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നിന്റെ ഗുരുനാഥൻ എന്ന നിലയ്ക്ക് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ ഈ പെൺകുട്ടിയുടെ കണ്ണുനീർ തുടയ്ക്കണം. നീ തെരുവിൽ ഇറക്കി വിട്ടതായിട്ടുള്ള ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് നീ ഇവളെ സ്വീകരിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കണം. അതിന് നീ ബാധ്യസ്ഥനാണ് എന്ന് ഗുരുവര്യനായിട്ടുള്ള, ബ്രാഹ്മണോത്തമനായിട്ടുള്ള, ക്ഷത്രിയാന്തകനായിട്ടുള്ള പരശുരാമൻ തൻ്റെ ശിഷ്യനോട് മര്യാദയ്ക്ക് പറഞ്ഞു. അതിനെ നിഷേധിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ പ്രതിജ്ഞ ലംഘിക്കില്ല. അതാര് പറഞ്ഞാലും ശരി. ഗുരുവിനോട് നിന്ദ, ഗുരുവിനോട് ധിക്കാരം പറയുന്നു. അതിനുശേഷം പരശുരാമൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എൻ്റെ അസ്ത്രങ്ങളുടെ മൂർച്ച നീ അറിയും, എൻ്റെ ആയുധങ്ങളുടെ മൂർച്ച നീ അറിയും. ഈ ഭൂമിയിൽ 21 വട്ടം ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ച ചരിത്രം നിനക്ക് അറിവുള്ളതാണല്ലോ. ആ പരശുരാമനാണ് നിന്നോട് ആജ്ഞാപിക്കുന്നത്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്റെ ശരീരം കാക്കകൾക്കും കഴുകന്മാർക്കും പരുന്തുകൾക്കും കുറുനരികൾക്കും ഞാൻ ഭക്ഷണമാക്കി പിച്ചി ചീന്തിയിട്ട് കൊടുക്കും. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതനുസരിക്ക് എന്ന് വെല്ലുവിളിച്ചതായുള്ള സമയത്ത് ഗുരുവിനെ നിന്ദിച്ചുകൊണ്ട് ഭീഷ്മർ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. അദ്ദേഹം വളരെ നിന്ദ്യമായിട്ടാണ് ഗുരുവിനോട് പെരുമാറുന്നത്. ഗുരുവിനോട് പറയുന്നുണ്ട്, അന്ന് അങ്ങ് ലോകം മുഴുവൻ ജയിച്ച സമയത്ത്, ക്ഷത്രിയന്മാരെയൊക്കെ ജയിച്ച സമയത്ത് ഭീഷ്മർ ജനിച്ചിട്ടില്ല, ദേവവ്രതൻ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അങ്ങ് ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ച ആളാണ്. നല്ല ശക്തന്മാരായുള്ള ക്ഷത്രിയന്മാരെ അങ്ങ് കണ്ടിട്ടില്ല. അങ്ങ് ഭീരുക്കളെയും
നിസ്സാരന്മാരെയുമാണ് ജയിച്ചിട്ടുള്ളത്. ശരിക്കുള്ള എതിരാളി ഇതാ നിൽക്കുന്നു. എന്നെ പോലെ ശക്തനായിട്ടുള്ളൊരു ക്ഷത്രിയനെ അങ്ങ് നേരിട്ടിട്ടില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് എന്നോട് യുദ്ധം ചെയ്താൽ എന്റെ അസ്ത്രങ്ങളെ കൊണ്ട് അങ്ങയുടെ ശരീരം ഞാൻ കുറുനരികൾക്കും കഴുകന്മാർക്കും പരുന്തുകൾക്കും പിച്ചിച്ചീന്തി ഇട്ടുകൊടുക്കുമെന്ന് ഒരേപോലെ ആ ഗുരുവിനെ വെല്ലുവിളിക്കുന്ന, ഗുരുവിനെ നിന്ദിക്കുന്ന ആ ഭീഷ്മരുടെ സ്വഭാവം, അതിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ? ഇദ്ദേഹത്തെ 32 വർഷം ഗുരുക്കന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യിച്ചിട്ട്, അതിനല്ലേ ഗംഗാദേവി കൊണ്ടുപോയി വസിഷ്ഠന്റെ അടുത്തും ബൃഹസ്പതിയുടെ അടുത്തും ശുക്രാചാര്യരുടെ അടുത്തും പരശുരാമന്റെ അടുത്തും മാറി മാറി 4 മഹാഗുരുക്കന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്തത്. 4 മഹാന്മാരുടെ അടുത്ത് 4 ബ്രാഹ്മണോത്തമന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചത് എന്തിനായിരുന്നു? ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ തൻ്റെ ഒരു അധാർമികമായ അസ്ഥാനത്ത് ചെയ്ത ഒരു പ്രതിജ്ഞയുടെ, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതിജ്ഞയുടെ പേരിൽ ഏതെല്ലാം ധർമ്മങ്ങളാണ് ഇദ്ദേഹം, ശാശ്വതമായ സനാതനമായ ധർമ്മങ്ങളാണ് ഇദ്ദേഹം ലംഘിക്കുന്നത് എന്ന് നോക്കൂ. ഏത് ധർമ്മമാണ് ശാശ്വതം? ഏത് ധർമ്മമാണ് സനാതനം? ഗുരുനിന്ദ ശാശ്വതമായിട്ടുള്ള ധർമ്മം അത് അനുവദിച്ചിട്ടുള്ളതാണോ? പരശുരാമനെ പോലെയുള്ളൊരു മഹാഋഷിയെ, ഗുരുവര്യനെ, ആചാര്യനെ നിന്ദിക്കുന്നത് അനുവദനീയമായിട്ടുള്ളതാണോ? ശാസ്ത്രസമ്മതമായിട്ടുള്ളതാണോ? അപ്പൊ ധർമ്മമാണോ അത്? ചിന്തിക്കുക. ഇങ്ങനെ വെല്ലുവിളിച്ച് ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള യുദ്ധം നമുക്കറിയാവുന്നതാണ്. അവസാനം ഈ ശക്തനായിട്ടുള്ള എതിരാളിയുടെ മുമ്പിൽ ഗുരുവായ പരശുരാമൻ പോലും പരാജയപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ വരുന്നു. പരാജയം സമ്മതിച്ചില്ല എങ്കിലും യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞ് നിസ്സഹായനായി അമ്പയെ ഉപേക്ഷിച്ച് മടങ്ങുന്ന പരശുരാമനെ കാണാം. അപ്പൊ അതിലൂടെ ഭീഷ്മർ തന്റെ ക്ഷത്രിയ ലക്ഷണം തെളിയിച്ചു. താനൊരു ശക്തനായ ക്ഷത്രിയനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം ക്ഷത്രിയൻ തന്നെയാണ്. അദ്ദേഹം ക്ഷത്രിയനായിരിക്കേണ്ടിയിരുന്ന ആളാണ്. അദ്ദേഹം രാജാവായിരിക്കേണ്ടിയിരുന്ന ആളാണ്. ഈ ശക്തി മുഴുവൻ അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് നടത്തിയിരുന്നെങ്കിൽ, അദ്ദേഹം രാജാവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ ശക്തിയെ മുഴുവൻ ഏത് കാര്യത്തിനാണ് വിനിയോഗിക്കുന്നത് നോക്കുക. തന്റെ ഈ ക്ഷത്രിയത്തെ മുഴുവൻ, ഈ പൗരുഷത്തെ മുഴുവൻ തന്റെ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ പരാജിതനായി പരശുരാമൻ സ്ഥലം വിട്ടു. ആ അമ്പയാണ് പിന്നീട് ആത്മഹത്യ ചെയ്ത്. അപ്പൊ ഒരു സ്ത്രീയുടെ ആത്മഹത്യക്കും കണ്ണുനീരിനും കാരണമായി തീർന്നു. ആ അമ്പ തന്നെ ശപിച്ചുകൊണ്ട് ദേഹത്യാഗം ചെയ്തു. ആ അമ്പ തന്നെയാണ് പിന്നീട് ഈ ഭീഷ്മരുടെ മരണകാരണമായി, പുനർജന്മമായി, ശിഖണ്ഡിയായി ജനിച്ചു വരുന്നത്. ദ്രുപദന്റെ പുത്രനും പുത്രിയും എന്ന് വിളിക്കാം. ദ്രുപദന്റെ മൂത്ത സന്തതിയായിട്ട്, ആണും പെണ്ണുമല്ലാത്ത നപുംസകമായിട്ട്, ശിഖണ്ഡിയായിട്ട് ജനിക്കുന്നുണ്ട്. എന്തിനാ? പ്രതികാരം ചെയ്യാൻ. ഈ ഭീഷ്മരെ തന്നെ താൻ മുന്നിൽ നിന്നുകൊണ്ട്, താൻ നിമിത്തമായിട്ട് മരിക്കും എന്നുള്ള ആ ഒരു ശപഥം ചെയ്തിട്ടാണ് അമ്പ ദേഹത്യാഗം ചെയ്തത്. ആ അമ്പയാണ് പിന്നീട് ദ്രുപദന്റെ പുത്രനായി അല്ലെങ്കിൽ പുത്രിയായി, നപുംസകമായി, ശിഖണ്ഡിയായി ജനിച്ചു വരുന്നത്. അതവിടെ ഇരിക്കട്ടെ, ശിഖണ്ഡി അവിടെ ഇരിക്കട്ടെ. അമ്പ അകാല മൃത്യു വരിച്ചു, ആത്മഹത്യ ചെയ്തു. പിന്നീട് ഈ വിചിത്ര വീര്യൻ അംബാലികമാരെ വിവാഹം കഴിച്ചു. പക്ഷെ രോഗിയായിരുന്ന അദ്ദേഹത്തിന് നന്നായി ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ പോലുമുള്ള ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഉള്ള ശക്തി വെച്ച് പരമാവധി ആ കാര്യത്തിൽ തന്നെ മുഴുകി, ഭോഗങ്ങളിൽ തന്നെ മുഴുകി, സുഖലോലുപതയിൽ തന്നെ മുഴുകി.
രാജ്യകാര്യങ്ങൾ മുഴുവൻ ഭീഷ്മരെ ഏൽപ്പിച്ചിട്ട്. അപ്പൊ ഭരണം മുഴുവൻ ഭീഷ്മർ നടത്തി. ഇദ്ദേഹം ഭാര്യമാരുമായി ദാമ്പത്യ സുഖങ്ങൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നില്ല സന്തതികൾ ജനിപ്പിക്കാൻ. അങ്ങനെ വിചിത്രവീര്യൻ അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു. അദ്ദേഹത്തിന്റെ ക്ഷയരോഗം രാജയക്ഷ്മാവ് മൂർച്ഛിച്ച് അദ്ദേഹം അകാല മൃത്യു വരിച്ചു. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ അംബാലികമാർ വിധവകളായി തീർന്നു. രാജ പരമ്പരയിൽ സന്തതി പരമ്പര ഇല്ലാതായിപ്പോയി. ഇനി എന്താ ചെയ്യുക? ഇനി ഈ വംശത്തെ നിലനിർത്താൻ എന്താ ചെയ്യുക? അതായി ആവലാതി. ആരുടെ? സത്യവതി ദേവിയുടെ, ഭീഷ്മന്റെ. അപ്പൊ ഈ ഭീഷ്മര് ഈ ദാശരാജാവിന് പ്രതിജ്ഞ ചെയ്തു കൊടുക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തത്? ആരെയാ അദ്ദേഹം വെല്ലുവിളിച്ചത്? ഓർക്കുക, ഈശ്വരനെയാണ് വെല്ലുവിളിച്ചത്. വിധിയെയാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. കാരണം ഈ ദാശരാജാവ് വാക്ക് ചോദിക്കുമ്പോൾ ഈ സത്യവതിക്കുണ്ടാകുന്ന സന്തതികളെ വേണം അവിടുത്തെ രാജാക്കന്മാരാക്കാൻ എന്ന് പറയുമ്പോൾ ഇവൾക്ക് സന്തതികൾ ഉണ്ടാകുമോ? ഉണ്ടായാൽ ആൺസന്തതികൾ ഉണ്ടാകുമോ? ആരോഗ്യമുള്ളവരുണ്ടാകുമോ? ഒക്കെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമാണ്. സത്യവതി പ്രസവിക്കുമോ? പ്രസവിച്ചാൽ അത് ആൺകുട്ടികളാകുമോ? ആൺകുട്ടികളായാൽ തന്നെ ആരോഗ്യമുള്ളവരായിരിക്കുമോ? ആയുസ്സുള്ളവരായിരിക്കുമോ? ക്ഷത്രിയ ഗുണങ്ങളുള്ളവരായിരിക്കുമോ? ഇതൊന്നും അറിയാതെയാണ് ഒരു ബലം കൊണ്ട് പ്രതിജ്ഞ ചെയ്തത്. ആര്? ഭീഷ്മര്. ഇതൊന്നും എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് പോകേണ്ടിയിരുന്ന ആളാണ്. പോകേണ്ട ആളായിരുന്നു, പോകേണ്ടതാണ്. കാരണം ഭാവിയിൽ സത്യവതി പ്രസവിക്കുമോ? ആൺകുട്ടികളായിരിക്കുമോ? പെൺകുട്ടികളായിരിക്കുമോ? വികലാംഗരായിരിക്കുമോ? ക്ഷത്രിയരായിരിക്കുമോ? വീര്യമുണ്ടായിരിക്കുമോ? അവർ രാജാവായിരിക്കാൻ അർഹതയുള്ളവരായിരിക്കുമോ? ഒന്നും അറിയാതെ ഈശ്വരനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ശപഥമായിരുന്നില്ലേ? അപ്പൊ ഈശ്വരനല്ലേ ഇപ്പോ ഭീഷ്മരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശ്വരനല്ലേ ഭീഷ്മരെ ഈ കളി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആഹാ, നീ നിന്റെ പൗരുഷം കൊണ്ടൊരു പ്രതിജ്ഞ എടുത്ത് എന്നെ വെല്ലുവിളിക്കാറായോ? എന്നാ നോക്കട്ടെ നിന്റെ ശപഥം നീ എങ്ങനെ പാലിക്കണമെന്ന് എന്ന് ഈശ്വരന്റെ ഒരു രസകരമായിട്ടൊരു കളിയാണ് ഇവിടെ മുഴുവൻ. വിധിയും പൗരുഷവും തമ്മിലുള്ളതായിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ കാണുന്നത്. പൗരുഷത്തിന്റെ പ്രതീകമായ ഭീഷ്മരും ഈശ്വരന്റെ നിശ്ചയമായ വിധിയും. ഏതാണ് ജയിക്കുന്നത് നോക്കൂ. എത്ര പൗരുഷമുള്ളവനാണെങ്കിലും ഈശ്വര നിശ്ചയത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഈശ്വര നിശ്ചയത്തിന്റെ മുമ്പിൽ ആരും ശക്തരല്ല. അപ്പൊ ബലസ്യ ഈശേതി ന അധർമ്മം ചരേത്. ഞാനിപ്പോ തൽക്കാലം ബലവാനാണെന്ന് കരുതി ഒരു അധർമ്മവും പ്രവർത്തിക്കരുത്. അസാൻമാർഗിക മാർഗങ്ങളിൽ സദാചാരം വിട്ട്, സനാതനധർമ്മം വിട്ട് പുതിയ പന്താവുകളൊന്നും വെട്ടിത്തുറക്കാൻ നിനക്ക് ശക്തി പോരാ, നിനക്ക് പൗരുഷം പോരാ. അതുകൊണ്ട് ഈശ്വരന്റെ നിയമങ്ങളെ, സനാതനധർമ്മത്തെ നീ വെല്ലുവിളിക്കാതിരിക്കൂ. ഇതാണ് നമ്മുടെ ധർമ്മം നമ്മളോടൊക്കെ പറയുന്നത്. കാരണം നിങ്ങളൊക്കെ തൽക്കാലമുള്ളവരാണപ്പ. ഈ സനാതനധർമ്മം എറ്റേണലായിട്ട് നിൽക്കേണ്ടതാണ്. ഈ എറ്റേണലായി നിൽക്കേണ്ട ധർമ്മത്തെ മാനിച്ചുകൊണ്ട്, അതിനെ ബഹുമാനിച്ചുകൊണ്ട് അവനവന് കിട്ടിയ ആയുസ് ഈ ധർമ്മത്തിനനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചിട്ട് കടന്നു പോകൂ എന്നാണ് നമ്മുടെ ധർമ്മം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ വ്യക്തികൾ ഇവിടെ പ്രധാനമല്ല. നിങ്ങളുടെ കയ്യൂക്ക്, നിങ്ങളുടെ ബലം ഇവിടെ ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് കളിക്കരുത്. അതുകൊണ്ട് ധർമ്മത്തെ മാറ്റിമറിക്കരുത്. ധർമ്മത്തിന്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ചമയ്ക്കരുത്. ധർമ്മം സുഗമമായിട്ട്, വർണ്ണാശ്രമ ധർമ്മം ഇവിടെ നല്ല സുവർണ ലിപികളിൽ എഴുതി വെച്ചിരുന്നു. സുവർണ ലിപികളിൽ എഴുതി വെച്ചിരുന്നതായിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മത്തെ സങ്കരമാക്കി തീർത്തത് ഈ ഭീഷ്മരല്ലേ? ഈ ഭീഷ്മരെ ന്യായീകരിക്കുന്നവരല്ലേ ഇപ്പോഴും ഈ സങ്കരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്?
ഇപ്പോഴും സങ്കരം സങ്കരം എന്ന് പറഞ്ഞാല് ഈ വർണ്ണാശ്രമത്തിലുണ്ടാകുന്ന ലംഘനങ്ങളാണ്, ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയിലുണ്ടാകുന്നതായിട്ടുള്ള കുഴപ്പങ്ങളാണ്. അത് ഈ ഭീഷ്മരുടെ കാലത്താണ് ഏറ്റവും പ്രബലമായിട്ട് ലംഘിക്കപ്പെടുന്നത്. അപ്പൊ ഭീഷ്മർ സ്വയം വർണ്ണാശ്രമ രംഗത്ത് ഏത് വർണ്ണത്തിൽപ്പെടുന്നു, ഏത് ആശ്രമത്തിൽപ്പെടുന്നു എന്ന് സ്വയം ഒരു ഐഡന്റിറ്റി ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. സ്വയം ഒരു ഐഡന്റിറ്റി ഇല്ലാതാവുകയാണ് ഭീഷ്മർക്ക്. കാരണം നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യേണ്ട ധർമ്മമുണ്ട്, അയാളുടെ പ്രവൃത്തികളുണ്ട്, അത് ശാസ്ത്ര അതിന് പാട്ടിന് പോകാതെ ഇവിടെ മറ്റുള്ളവർക്ക് ധർമ്മം അനുഷ്ഠിക്കാനുള്ള സാഹചര്യങ്ങളും വിട്ടുകൊടുക്കാതെ സ്വയം ഒരു ഹിമാലയ പർവ്വതം പോലെ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. ഈ ശക്തനായിട്ടുള്ള ഒരാൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കും അവരുടെ ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റാതിരുന്നത്. ഒരു ഹിമാലയ പർവ്വതം പോലെ നിൽക്കുകയാണ് ഈ ശക്തൻ. ഈ ശക്തൻ ഇവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെ അവരുടെ ധർമ്മം അനുഷ്ഠിക്കും? ചിന്തിക്കുക. അപ്പൊ സമൂഹത്തിന് മൊത്തം ഒരു വലിയ പ്രശ്നമായി, ഒരു ചോദ്യചിഹ്നമായി, ഒരു അസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ കഥാപാത്രം. ഈ കഥാപാത്രത്തെ നമ്മൾ വർണ്ണാശ്രമ ധർമ്മം അറിഞ്ഞ് ഇയാളെ എവിടേക്ക് ഒതുക്കാം, ഏത് ധർമ്മത്തിൽ ഇയാൾ പെടുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റണം. അത് സാധ്യമല്ല. ഭീഷ്മരുടെ റോളിനെ സംബന്ധിച്ച് അങ്ങനെ സാധിക്കില്ല. ഒരു സങ്കര വർഗമാണ് ഭീഷ്മര്, ഒരു സങ്കരം. അപ്പൊ സങ്കരം തുടങ്ങിയത് അർജുനൻ യുദ്ധത്തിൽ ഇനി വിഷാദ യോഗത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ വർണ്ണസങ്കരം ഉണ്ടാകും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആര്? അർജുനൻ. അർജുന, ഭഗവാൻ പരിഹസിക്കുന്നുണ്ടാവും, നീയൊന്നും വർണ്ണസങ്കരം ഉണ്ടാക്കണ്ട, നിന്റെ പിതാമഹൻ ഇവിടെ ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് വർണ്ണസങ്കരമാണ്, ആ വർണ്ണസങ്കരത്തെ തിരുത്താനാണ് നിന്നെ കൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ പറയാൻ പോകുന്നത്. ഈ മുത്തശ്ശൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കുഴപ്പങ്ങളുണ്ടല്ലോ, ഈ വർണ്ണസങ്കരമുണ്ടല്ലോ, ഇതിനെ ഒന്ന് നേരാക്കിയെടുക്കാൻ, ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് പൂർവ പാതയിലാക്കാൻ, പഴയ ട്രാക്കിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നത്. അതിന് ഈ ബ്ലോക്കുകളൊക്കെ മാറണം. ഈ ഹിമാലയം പോലെ നിൽക്കുന്ന ഈ ഭീഷ്മ പിതാമഹൻ എന്ന ബ്ലോക്ക് ഇവിടുന്ന് മാറിയാലേ നമുക്ക് സനാതന ധർമ്മം ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അതിനാണ് ഞാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് ഗീതയുടെ പ്രസക്തി. ചിന്തിക്കുക. ഞാൻ ഗീതയിലേക്കാണ് വരേണ്ടത് എനിക്ക്. അപ്പൊ അതിലേക്ക് ഞാൻ സൂചനകൾ തരികയാണ് ഇവിടുന്ന്. എന്തുകൊണ്ട് ഭീഷ്മർ കൊല്ലപ്പെടണം, എന്തുകൊണ്ട് ദ്രോണർ കൊല്ലപ്പെടണം, എന്തുകൊണ്ട് കർണൻ കൊല്ലപ്പെടണം? ചിന്തിക്കുക. ഈ ബ്ലോക്കുകൾ മാറിയാലേ ധർമ്മം പാലിക്കാൻ പറ്റുള്ളൂ. കഥ തുടരാം. നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മർമ്മങ്ങളിൽ ഞാൻ കൂടുതൽ പ്രയോഗിക്കുന്നത്. കഥ എല്ലാവർക്കും അറിയാം. ആ കഥയിൽ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് ഇതുവരെ ചിന്തിക്കാത്തവരെ ഞാൻ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ വലിയൊരു വിശാല വീക്ഷണം വേണം, ധർമ്മത്തെക്കുറിച്ചിട്ടുള്ള വീക്ഷണം വേണം. സനാതന ധർമ്മത്തിൽ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ആ ഒരു പ്രസക്തി നമ്മൾ നല്ലതുപോലെ ഉള്ളിൽ ഉറപ്പിച്ചിരിക്കണം. വർണ്ണാശ്രമ ധർമ്മവും അതിൽ രാജധർമ്മവും അതിൽ ഗൃഹസ്ഥ ധർമ്മവും ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി ദോഷങ്ങളെ നമുക്ക് എണ്ണി എണ്ണി കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറും ഒരു പൈങ്കിളി കഥയാവും മഹാഭാരതം. ഒരു കുടുംബ കലഹം, ഒരു മെഗാ സീരിയൽ. ഇന്ന് നമ്മുടെ TV ചാനലിലൊക്കെ ധാരാളം സീരിയലുകൾ വരുന്നില്ലേ, പൈങ്കിളി കഥകൾ. ആ കൂട്ടത്തിൽ വെറും ഒരു പൈങ്കിളി കഥയായി മാറും മഹാഭാരതം. അങ്ങനെ ഒരു പൈങ്കിളി കഥയായിട്ട് വ്യാസൻ രചിച്ചിട്ടില്ല. വ്യാസന് പൈങ്കിളി കഥ എഴുതാൻ നേരമില്ല. പൈങ്കിളി കഥ എഴുതുന്ന ആളുമല്ല വ്യാസൻ. ആ വ്യാസന്റെ ഹൃദയം
അത് വൈദിക ധർമ്മമാണ്, സനാതന ധർമ്മമാണ്, വർണ്ണാശ്രമ ധർമ്മമാണ്. ആ വ്യാസന്റെ ഹൃദയം അറിയാൻ ഈ ധർമ്മം അറിഞ്ഞാൽ മതി. ആ ധർമ്മത്തിലൂടെ നമ്മൾ ഇവർ ചെയ്ത പ്രവൃത്തികളെ നോക്കണം. അപ്പോ ഇവിടെയൊക്കെ പല സന്ദർഭങ്ങളിലും ഗൗണധർമ്മങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കും. ഭീഷ്മർ ചെയ്തതിനെ ന്യായീകരിക്കാൻ ഗൗണധർമ്മങ്ങളാണ് കൊണ്ടുവരിക. ഗൗണധർമ്മമല്ല നോക്കേണ്ടത്, മുഖ്യധർമ്മമാണ് നോക്കേണ്ടത്. മുഖ്യധർമ്മപ്രകാരമാണ് അദ്ദേഹം ചെയ്തത് തെറ്റാവുന്നത്. പിന്നീട് ഈ രണ്ടുപേര് വിധവകള്, ഈ സത്യവതിയുടെ മരുമക്കൾ അംബിക അംബാലികമാർ സന്തതികളില്ലാത്തത് കൊണ്ട് പിന്നെ അന്നത്തെ നിയമപ്രകാരം എന്ന് പറഞ്ഞാല് അത് പിന്നീടുണ്ടായ ഒരു നിയമമാണ്. അത് ഏത് കാലത്തെന്ന് വെച്ചാൽ പരശുരാമന്റെ പ്രതാപകാലത്ത് പരശുരാമൻ ക്ഷത്രിയന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്തപ്പോൾ പുരുഷന്മാരില്ലാതായി ക്ഷത്രിയ വംശത്തില്. അപ്പോൾ സ്ത്രീകൾക്ക്, ക്ഷത്രിയ സ്ത്രീകൾക്ക്, രാജ്ഞിമാർക്ക്, രാജകുമാരിമാർക്ക്, വിധവകൾക്ക് സന്തതികളില്ലെങ്കിൽ ബ്രാഹ്മണരിൽ നിന്ന് സന്താനോൽപാദനം ചെയ്യാം. ഒരു യജ്ഞമാക്കി, ഒരു യാഗമാക്കി ബ്രാഹ്മണരിൽ നിന്ന് സന്താനദാനം സ്വീകരിക്കാം എന്നുള്ള നിയമമുണ്ടായി. അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള പുരുഷന്മാരിൽ നിന്ന് സ്വീകരിക്കാം. ഭർത്താവിന്റെ സഹോദരന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നിന്ന് ബീജം സ്വീകരിച്ച് സന്താനോൽപാദനം നടത്താം. അതാണ് ഉത്തമം. കാരണം ക്ഷത്രിയന്മാരുടെ തന്നെ കിട്ടൂല്ലോ, ക്ഷത്രിയരുടെ ബീജം തന്നെ കിട്ടുന്നതാണ് ഉത്തമം. അതുകൊണ്ട് സഹോദരന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നിന്ന് ബീജാപാപം ചെയ്ത് സന്തതികളെ ജനിപ്പിക്കാം. ഈ വംശപരമ്പര നിലനിർത്താൻ, പിതൃക്കൾക്ക് ഗതി കിട്ടാൻ, പിതൃക്കൾക്കുള്ള തർപ്പണാദികൾ ചെയ്യാൻ ഒക്കെ ആയിക്കൊണ്ട് സന്തതികൾ വേണം. ആ സന്തതികൾക്കായിക്കൊണ്ട് ഭർത്താവിന്റെ സഹോദരന്മാരെ ഒരു യജ്ഞത്തിൽ പുരോഹിതനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കാം. അവിടെ മമതയില്ല. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, വ്രതങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ത്രീയും ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണം, ആ വരുന്ന പുരുഷനും വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്. ഇവർ തമ്മില് മുഖം കാണേണ്ട കാര്യമില്ല. രാത്രിയിൽ ഇരുട്ടത്താണ്, അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ശരീരത്തിൽ നെയ്യ് പുരട്ടി നല്ല സൗന്ദര്യവാനായിട്ട് മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി വരാൻ പാടുള്ളതല്ല, സുന്ദരനായി വരാൻ പാടുള്ളതല്ല പുരുഷൻ. സ്ത്രീയും സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ചെയ്യേണ്ട കാര്യമല്ല, കാമകേളിയല്ല ഇത്. ഇതൊരു യജ്ഞമാണ്. ആ ഒരു യജ്ഞം പോലെ ഇതിനെ നടത്തണം. അപ്പോൾ അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാള്, ശക്തനായിട്ടുള്ള ഒരാള്, ക്ഷത്രിയൻ, വിചിത്രവീര്യന്റെ സഹോദരനായിട്ടുള്ള ഭീഷ്മർ ഇവിടെ തന്നെ ഉണ്ട്. ആ ഭീഷ്മരോട് ആ ധർമ്മം പറഞ്ഞുകൊണ്ട് സത്യവതി തന്നെ വളരെയധികം കെഞ്ചുന്നുണ്ട്. ഏതൊരു സത്യവതിക്ക് വേണ്ടി ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തോ ആ സത്യവതി ദീനയായിട്ട് വിലപിക്കുന്നുണ്ട് ഭീഷ്മരോട്. ആ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്, ആ അമ്മ എല്ലാ ന്യായവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാ ധർമ്മവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്റെ അഹങ്കാരം കൊണ്ട് ചെയ്ത ആ ഒരു പ്രതിജ്ഞയെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു സൽക്കർമ്മത്തിന് താൻ സ്വയം വിധേയനാവാൻ ഒരു ദോഷവുമില്ലായിരുന്നു. പക്ഷെ അപ്പോഴും വാശി പിടിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ശാപത്തിന്റെ ബലമാണത്. ഓർക്കുക, വസിഷ്ഠ ശാപമുണ്ടല്ലോ, ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് സ്ത്രീകളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, സ്ത്രീ സമ്പർക്കം ഇല്ലാതെ പോകട്ടെ എന്നാണ് ശപിച്ചിട്ടുള്ളത്. ആ ശാപത്തിന്റെ ബലമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയാ തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം സാധിക്കുന്നില്ല. സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടുള്ളതൊക്കെ കുഴപ്പമായിട്ടേ ഉള്ളൂ. ഏതൊക്കെ സ്ത്രീകളുടെ ജീവിതത്തിൽ അദ്ദേഹം ഇടപെട്ടു ഒക്കെ കുഴപ്പമായിട്ടേ ഉള്ളൂ. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഭീഷ്മരും മഹാഭാരതത്തിലെ സ്ത്രീകളും അദ്ദേഹം തൊട്ടതൊക്കെ കുഴപ്പമായിട്ടേ ഉള്ളൂ. കാരണം അത് വസിഷ്ഠ ശാപം കൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയില്ല, അദ്ദേഹം അത് ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോഴാണ്
ഋഷിയായ വ്യാസനെ സത്യവതി സ്മരിക്കുന്നതും ആ വ്യാസൻ വന്ന് അമ്മയുടെ ആഗ്രഹമനുസരിച്ച് ഒരു ബ്രാഹ്മണൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു കണക്കിന് സഹോദരനുമാണ് വിചിത്രവീര്യന്റെ ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ് സത്യവതി പുത്രനായ വ്യാസനും സത്യവതി പുത്രനായ വിചിത്രവീര്യനും സഹോദരന്മാരുമാണ്. അപ്പൊ രണ്ടർത്ഥത്തിലും വ്യാസൻ അധികാരിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സന്യാസിയായിരുന്നിട്ട് പോലും നിസ്സംഗനായി ഈ ഒരു യജ്ഞത്തിന് സ്വയം സമ്മതിക്കുകയാണ്. ആയിക്കോട്ടെ, അമ്മ ആവശ്യപ്പെട്ടാൽ എന്തും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. അമ്മ വിളിച്ചു, അമ്മ ആവശ്യപ്പെട്ടു, അമ്മയുടെ വാക്ക് പാലിക്കുന്നു. ലോകത്തിൽ അമ്മയേക്കാൾ വലിയ ദൈവമില്ല എന്ന് വ്യാസൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇവിടെ അമ്മയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഭീഷ്മർ. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് കേട്ടില്ല, അമ്മ കെഞ്ചിയത് കേട്ടിട്ടില്ല. അപ്പൊ ഗുരുവിന്റെ വാക്ക്, പരശുരാമന്റെ വാക്ക് നിന്ദിച്ചു, അമ്മയുടെ വാക്ക് നിന്ദിച്ചു. ചിന്തിക്കുക നിങ്ങൾ, ഇതൊക്കെ ധർമ്മമാണോ എന്ന്? ഇതൊക്കെ അനുകരിക്കാവുന്നതാണോ എന്ന് ആലോചിക്കുക. ഭീഷ്മരുടെ ജീവിതം നമുക്കൊക്കെ അനുകരിക്കാവുന്നതാണോ? എന്നാ ഗംഭീരായിനെ നമുക്കൊരു ഭീഷ്മരാവാം, അല്ലേ? ശക്തിയുള്ളവർക്കൊക്കെ ഓരോ ഭീഷ്മന്മാരാവാം. അപ്പൊ ഈ ലോകം എന്താകും? ഗുണ്ടകളെ കൊണ്ട് നിറയും, അരാജകത്വം വന്നു ചേരും. ഓരോരുത്തരും അവരവരുടെ ബലം കൊണ്ട് ഭീഷ്മരെ പോലെ സ്വതന്ത്രരായാൽ, താന്തോന്നികളായാൽ ഈ ലോകം അധാർമികരെ കൊണ്ട് നിറയും, ഗുണ്ടകളെ കൊണ്ട് നിറയും. അപ്പൊ ഭീഷ്മരാവാൻ പാടുള്ളതല്ല. ഭീഷ്മനെ അനുകരിക്കാനുള്ള ഒരു പ്രവൃത്തിയും ഭീഷ്മർ ചെയ്തിട്ടില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ അനുകരണീയമായിട്ടുള്ള പ്രവൃത്തികളാണ്. ഭീഷ്മർ ദുഷ്ടനാണല്ലേ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഭീഷ്മർ ശുദ്ധനാണ്, പക്ഷെ ദുഷ്ടന്റെ ബലം ചെയ്യുന്നു. ചെയ്ത പ്രവൃത്തിയൊക്കെ ദുഷ്ടതരമായി പോയി. ഭീഷ്മർ മനഃപൂർവ്വം രാവണനെ പോലെയോ അല്ലെങ്കിൽ ഹിരണ്യകശിപുവിനെ പോലെയോ ഒരു ദുഷ്ടത്തരം പ്രത്യക്ഷമായി ചെയ്യുന്നില്ല. പക്ഷെ പരോക്ഷമായി അദ്ദേഹം ചെയ്തത് മുഴുവൻ അധർമ്മമായി പോയി എന്നാ പറയുന്നത്. നമ്മൾ അതിനെ ദുഷ്ടൻ എന്നുള്ള വ്യാഖ്യാനം കൊടുക്കണ്ട. നമുക്ക് ഭാവിയിൽ അദ്ദേഹത്തെ ആരാധിക്കാനുള്ളതാണ്. ശരശയ്യയിൽ കിടന്ന ഭീഷ്മരെ നമുക്ക് ആരാധിക്കാനുള്ളതാണ്. ഞാനത് ഇന്നലെ പറഞ്ഞു. ശരശയ്യയിൽ കിടന്ന് ശുദ്ധനായ ഭീഷ്മരെ നമുക്ക് ആരാധിക്കാം. എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്ത് ഭഗവാനെ സ്തുതിച്ച, വിഷ്ണു സഹസ്രനാമം ലോകത്തിന് തന്ന, 30,000-ഓളം ശ്ലോകങ്ങളെ കൊണ്ട് ലോകത്തിന് ഉപദേശം ചെയ്ത ആ സർവശാസ്ത്ര വിശാരദനായ പണ്ഡിതനായ മഹാപ്രതിഭയായ ആചാര്യനായ ഗുരുവിനെ, ആ ശരശയിൽ കിടന്ന ഭീഷ്മരെ നമുക്ക് ആദരിക്കാം, നമുക്ക് ബഹുമാനിക്കാം. അപ്പൊ അവിടേക്ക് വെക്കുക. അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെ മാത്രം നമുക്ക് ദുഷിക്കാം. ഭീഷ്മർ ദുഷ്ടനാണെന്ന് ലേബൽ കുത്തരുത്. നമ്മുടെ ഒരു പഴഞ്ചൊല്ലില്ലേ, ഹെയ്റ്റ് ദ സിൻ, ഹെയ്റ്റ് നോട്ട് ദ സിന്നർ. ഹെയ്റ്റ് ദ സിൻ, ഹെയ്റ്റ് നോട്ട് ദ സിന്നർ. പാപത്തെ വെറുക്കുക, പാപിയെ വെറുക്കാതിരിക്കുക. പാപികൾക്കും തിരുത്താനുള്ള അവസരം കൊടുക്കുക. ഭഗവാൻ അവസരം കൊടുത്തിട്ടുണ്ട് ഭീഷ്മർക്ക്. അഭിജേത് സുദുരാചാരോ പാപേഭ്യ പാപകൃത്തമഃ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. എത്ര പാപിയായിക്കോട്ടെ, മഹാപാപിയായിക്കോട്ടെ, ഘോരപാപിയായിക്കോട്ടെ, അവൻ ഭക്തനായി തീർന്നാൽ, അവൻ ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി. അവൻ ക്ഷിപ്രം ധർമാത്മാവായി ഭവിക്കും. അവൻ ശാശ്വതമായ ശാന്തിയെ ഉടനെ തന്നെ പ്രാപിക്കും. അവൻ ശ്രേഷ്ഠനാകുന്നു. അവന് നമ്മൾ മാപ്പ് കൊടുക്കണം. അവനെ നമ്മൾ ആരാധ്യനായിട്ടുണ്ടെങ്കിൽ ആരാധിക്കണം. രത്നാകരനെ വാത്മീകിയായി സ്തുതിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്.
രത്നാകരൻ വാത്മീകിയായപ്പോ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല സ്വീകരിക്കാൻ. അതേപോലെ ഇവിടെ ഭീഷ്മർ ചെയ്ത അബദ്ധങ്ങളെ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. ഭീഷ്മരെ വെറുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഭീഷ്മരെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല. ഭീഷ്മരെ വേണം നമുക്ക്, ഭീഷ്മരുടെ അറിവ് വേണം നമുക്ക്, ഭീഷ്മരുടെ ഭക്തി, അവസാന കാലത്തുണ്ടായ ഭക്തി, സമർപ്പണം, അതൊക്കെ നമുക്ക് വേണം. ഭീഷ്മരുടെ ശാസ്ത്ര സ്വഭാവം അത് വേണം നമുക്ക്. ഭീഷ്മരുടെ ക്ഷാത്ര സ്വഭാവം അദ്ദേഹം അടിക്കടി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ആ വ്രതത്തിലുള്ള സ്ഥൈര്യം എന്ന് പറയുന്നത്. ആ വ്രതത്തിലുള്ള സ്ഥൈര്യം, ഒരു വ്രതമെടുത്തു അദ്ദേഹം, ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ള വ്രതമെടുത്തു. ആ വ്രതത്തിൽ അദ്ദേഹം സ്ഥിരമായി നിന്നത് അദ്ദേഹത്തിന്റെ ക്ഷാത്രധർമ്മമാണ്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കാതിരുന്ന ക്ഷത്രിയ സ്വഭാവം, ആ ക്ഷത്രിയ സ്ഥൈര്യം, ധൃതി, ധൈര്യം എന്നൊക്കെ പറയുന്ന ആ ഗുണങ്ങളൊക്കെ അത് നല്ല ഉത്തമ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് നല്ല കാര്യത്തിന് പ്രയോജനപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊന്നും ലോകത്തിന് ഉപകാരപ്രദമായില്ല. എല്ലാവർക്കും ഒരു മാതൃകയായി തീരേണ്ട പുരുഷൻ അതാവാതെ പോയി. അദ്ദേഹത്തിന്റെ ആ കഴിവുകൾ, ആ ക്ഷാത്രിയ വീര്യങ്ങൾ എല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതെ പോയി. അപ്പൊ ഇനി ആ വിചിത്ര വീര്യനും ചിത്രാംഗതനും അംബിക അംബാലിക, രണ്ട് അമ്മമാര്, രണ്ട് കന്യകമാര് അല്ലെങ്കിൽ രണ്ട് വിധവമാര് വ്യാസനിൽ നിന്ന് സന്താനോത്പാദനം ചെയ്യുന്ന കഥയാണ്. അത് നമുക്ക് നാളെ കാണാം. ധൃതരാഷ്ട്രനുടെയും പാണ്ഡുവിന്റെയും ജന്മം അവിടെയാണല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് നാളെ കാണാം. സമയം വൈകി. നിങ്ങൾ ഈ കേട്ടതിൽ വെച്ച് വേണ്ടതൊക്കെ എടുക്കുക, വേണ്ടാത്തതൊന്നും കൂട്ടിച്ചേർക്കണ്ട. ഞാൻ പറയാത്തതൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കരുത്. നമുക്ക് ഇനിയും കാണാനുണ്ട്. മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വിലയിരുത്തുക. എടുത്തു ചാടണ്ട, എടുത്തു ചാടാതിരിക്കുക. മുഴുവൻ കേട്ടിട്ട് വിലയിരുത്തുക. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി. നാളെ കാണാം.